ഹായ് ഗായ്സ്, ഞാനിന്നിവിടെ പറയുന്നത് വേറെ ഒന്നല്ല. നമ്മളെ ഈ ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേഷൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പാക്സും കാര്യങ്ങളും ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ അർജൻറ്റീനയുടെ പ്രീമിയം പാക്ക് ഉണ്ട്. ഫ്രാൻസ്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട്, പിന്നെ തുർക്കി, ബ്രസീൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് അർജൻറ്റീനയുടെയും ഫ്രാൻസിൻ്റെയും എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി നമ്മളുടെ ഒരു മെസ്സിയുടെ എടുത്തിട്ടുണ്ടായിരുന്നു, കോയിൻ കൊടുത്തിട്ട്. അത് അടിപൊളി കാർഡാണ്, അസാധ്യ കാർഡാണ്. അപ്പോൾ അർജൻറ്റീനയുടെ പ്രീമിയം പാക്ക് എടുക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. പക്ഷേ എന്നെ മെസ്സിനെക്കാട്ടുപരി എന്നെ ഒന്ന് എടുക്കാനൊന്ന് എനിക്കൊന്ന് ത്രില്ലിംഗ് ആയി തോന്നുന്നത് സ്കലോണി എന്ന് പറഞ്ഞ കോച്ചിൻ്റെ ആദ്യത്തെ ഒരു കാർഡാണ്. നമുക്ക് ആദ്യമായിട്ടാണ് പൊസിഷൻ ഗെയിമും ക്വിക്ക് കൗണ്ടറും കൂടി ഒരുമിച്ച് വരുന്ന കോച്ച് വളരെ കുറവാണ് ഈ ഫുട്ബോളിൽ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. ലയണൽ മെസ്സി അതുപോലെ തന്നെ കിടിലൻ കാർഡാണ് മെസ്സിയുടേത്. എന്ത് ടൈപ്പ് കാർഡാണെന്ന് നോക്കട്ടെ. കാർഡ് ടൈപ്പ് ബിഗ് ടൈം കാർഡാണ്. അടിപൊളി കാർഡ് തന്നെയാണ്, അടിപൊളിയാണ്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യണമെന്നുണ്ട്. അല്ലാതെ പാക്ക് വൈസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടി ഫ്രാൻസ് ആയിരിക്കും കുറച്ചും കൂടി നന്നാവാൻ തോന്നുന്നുണ്ട് എടുക്കുന്നത്. എന്തായാലും ഞാൻ രണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിൽ ഗ്രീസ്മാൻ്റെ ഒരു ഹോൾ പ്ലെയർ കാർഡാണ് തോന്നുന്നുണ്ട്, അല്ലെ ബിഗ് ടൈം കാർഡ് തന്നെയാണ്. അടിപൊളിയായിരിക്കും ഗ്രീസ്മാൻ തോന്നുന്നുണ്ട്. ഓവറോൾ റേറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് പർച്ചേസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പിന്നെ വന്നത് സ്പെഷ്യൽ പ്ലെയർ പാക്കാണ്. അതിൽ ഫിനോമിനൽ പാസ് ഉണ്ട്, അടിപൊളി കാർഡുകളാണ്. പിന്നെ ഇതും കൊള്ളാം. എൻകോഡഡ് സ്റ്റാർസിൽ അത്യാവശ്യം നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മറ്റേ കാർഡുകൾ പോലെയല്ല. ഇതൊക്കെ അവരെ പ്ലെയറുടെ ഫോം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും. നേരെ മറിച്ച് നമ്മൾ വാങ്ങുന്ന പ്രീമിയം പാക്കാണെങ്കിൽ എപ്പോഴും അവർ ആ കിടിലൻ കളി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വന്നത് ഇത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ബാർസയുടേത്. പിന്നെ നാഷണൽ സ്റ്റാർസിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, അത് പൊളി കാർഡാണ്. അത് ഞാനിപ്പോൾ സൈൻ ചെയ്ത് കളിപ്പിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ബോവനെയും എങ്ങനെയുണ്ട് എന്നുള്ളത്, ഏതെടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളെന്തായാലും ഈ 2 പാക്ക് പർച്ചേസ് ചെയ്തിട്ട് റിവ്യൂ പറയാൻ വരുന്നതായിരിക്കും.